അവരുടെ അടുത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അവരെ തോൽപ്പിച്ചു. ആ തോൽവി അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ അവർ കയ്യേറ്റം ചെയ്ത് ജയിക്കുക. അതാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ നിന്നെ മതിയടാ എന്ന് പറഞ്ഞിട്ടാണ് വലിച്ചിട്ടാണ് ആളെ മർദ്ദിച്ചത്. ഞങ്ങൾ എങ്ങനെ ഇനി കുട്ടികളെ കൊണ്ട് മേളകളിൽ പങ്കെടുക്കും? അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലും ഞങ്ങളെ മുന്നിലും നിൽക്കുകയാണ്. ഇന്നലെ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് മൈതാനത്ത് സമാപിച്ച മങ്കട സബ് ജില്ലാ ജൂനിയർ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അധ്യാപകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അധ്യാപകരാണെന്ന യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മളോടൊപ്പം വിവിധ വിദ്യാലയങ്ങളിലെ കായിക അധ്യാപകരും അതോടൊപ്പം തന്നെ മർദ്ദനത്തിനിരയായ കൊളത്തൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ മുസ്തഫയും കൂടെയുണ്ട്. ഇന്നലെ എന്താണ് ഫൈനൽ മത്സരത്തിൽ അവിടെ മൈതാനത്ത് സംഭവിച്ചിട്ടുള്ളത്? ഇന്നലെ ഫൈനൽ മത്സരത്തിൽ റഫറിയുടെ ഒരു തീരുമാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ രണ്ട് ടീമും ഗ്രൗണ്ടിൽ ഇറങ്ങി റഫറിയോട് വാഗ്വാദമുണ്ടാകുന്ന സമയത്ത് സെമി ഫൈനൽ NHS കൊളത്തൂരിനോട് തോറ്റ പെരിയാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുറത്ത് കാണികളായി നിന്ന കുട്ടികൾ NHS സ്കൂളിലെ കുട്ടികളെ അടിക്കാൻ വേണ്ടി വരികയാണ്. അത് വരുന്ന സമയത്ത് സ്വന്തം കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നുള്ള ഞാനും എൻ്റെ സഹ അധ്യാപകനായ ശ്രീരാഗ് സാറും കൂടി കുട്ടികളെ മാറ്റുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഈ സെൻറ് മേരീസിലെ കുട്ടികൾ ഈ ശ്രീരാഗ് സാറെ വലിച്ചു കൊണ്ടുപോയി വളരെ നിഷ്ഠൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു സംഘർഷത്തിന് കാരണമാവാൻ നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ വർഷം സെമി ഫൈനലിൽ ഈ സെന്റ് മേരീസ് NHSനോട് തോറ്റതാണ് പെനാൽറ്റിയിൽ. ആ സമയത്ത് ഞങ്ങളെ കുട്ടികളെ ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മത്സരം കഴിഞ്ഞ വർഷം നിർത്തി. എന്നിട്ട് എല്ലാ മേളകളും കഴിഞ്ഞ് അവസാനം പാങ്ങിലെ എലഗൻസ് സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് നമ്മൾ ഈ മത്സരം പൂർത്തീകരിച്ചത്. ഇതേ അനുഭവം ഈ വർഷം വരികയാണ്. ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ഫൈനൽ നടക്കുന്ന സമയത്ത് സെൻറ് മേരീസിൻ്റെ അധ്യാപകരോ അല്ലെങ്കിൽ അതിന് എസ്കോർട്ട് വന്ന ടീച്ചേഴ്സോ അവിടെ ഇല്ല. അവരൊക്കെ പോയിട്ടുണ്ട്. ഈ കുട്ടികൾ പോവാതെ അവിടെ നിൽക്കുകയും ഈ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി അവരെ കാത്തു നിൽക്കുകയാണ്. നമ്മളെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഗ്രൗണ്ടിൽ വരേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഫൈനൽ നടക്കുന്നത് NHS കൊളത്തൂരും മങ്കട പള്ളിപ്പുറം സ്കൂളാണ്. പിന്നെ ഇവരെ പെരിയാപുരം എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? അവർ നമ്മളെ കുട്ടികളെ കയറി ഇടിക്കുമ്പോൾ നമ്മൾ എസ്കോർട്ട് വന്ന ടീച്ചർ എന്ന രീതിയിൽ രക്ഷിതാക്കൾ നമ്മളോടല്ലേ ചോദിക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ. അപ്പോൾ ആ അടിക്കാൻ വന്ന കുട്ടികളെ തടയുമ്പോൾ എൻ്റെ സഹ അധ്യാപകനെ നിന്നെ മതിയട എന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. യാതൊരു പ്രകോപനവും ഈ സെൻറ് മേരീസ് സ്കൂളുകാരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. അവരുടെ അടുത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അവരെ തോൽപ്പിച്ചു. ആ തോൽവി അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ അവർ കയ്യേറ്റം ചെയ്ത് ജയിക്കുക. അതാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ. ഇതൊരിക്കലും ഒരു തെറ്റ് പറ്റിയതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ ദൃശ്യങ്ങൾ കാണുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു അധ്യാപകനാണ് എടുത്തു പറയുന്നുണ്ട് പല ആളുകളും. ഈ ഒരു അധ്യാപകനോട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു? മുൻവൈരാഗ്യം തോന്നാനുള്ള ഒരു കാരണവുമില്ല. കാരണം വളരെ പുതിയ അധ്യാപകനാണ് ആള്. മറ്റു സഹ അധ്യാപകരോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ചോദിച്ചാൽ തന്നെ അറിയാം, കൂടുതൽ സംസാരിക്കുകയോ കൂടുതൽ ആക്റ്റീവായിട്ട് എല്ലാ പ്രശ്നങ്ങളും കയറി അടിപൊളി ചെയ്യുന്ന ഒരാളല്ല. വളരെ പാവം പിടിച്ച ഒരാളാണ്. ആൾക്ക് ഈ കുട്ടികളെ ചെയ്യുന്നത് കണ്ടപ്പോൾ ദയനീയമായിട്ട് നമ്മളെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അയാളോട് ചോദിക്കൂലേ, അതിന് അയാൾ പോയി തടയാൻ ശ്രമിച്ചതാണ്. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ നിന്നെ മതിയടാ എന്ന് പറഞ്ഞിട്ടാണ് വലിച്ചിട്ടാണ് ആളെ മർദ്ദിച്ചത്. ഈ മർദ്ദിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ ഒരു സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു? അവർ കളി കഴിഞ്ഞപ്പോൾ ഉടനെ പോയി. അപ്പോൾ അവിടെ ആരുണ്ട്? ഈ സംഘർഷം നടക്കുമ്പോൾ ആ സ്കൂളിനെ പ്രതിനിധീകരിച്ച ആരുമില്ല. ഈ കുട്ടികൾ മാത്രം. അവിടെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളും അവരെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നിട്ടാണ് ഈ അക്രമം അഴിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ അവരെ കൂടെ എസ്കോർട്ടിങ്ങിന് വന്ന ആരുമില്ല. ശരിക്കും ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. ഇത് നമ്മൾ AO മുതൽ എല്ലാ തലത്തിലും ഇതിനു വേണ്ടി നിരന്തരം മെസ്സേജുകളും ഫോൺ കോളുകളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹയർ സെക്കൻഡറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ പ്രകോപനപരമായ സമീപനം നിരവധി തവണ ഉണ്ടായിട്ടുള്ളത് കൊണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായികാധ്യാപകരുടെ സംഘടന എങ്ങനെയാണ് ഇനിയുള്ള തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത്? ഇതിൽ നമ്മളെ കായികാധ്യാപകർ മങ്കട ഉപജില്ലയിലെ എല്ലാ കായികാധ്യാപകരും ചേർന്ന് മങ്കട AOക്ക് ഇപ്പോൾ പരാതി നൽകിക്കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇത് പോലീസ് കേസാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ
ഇതിനൊരു നടപടി എടുക്കുന്നില്ല, അധികാരികൾ ഇതിനൊരു മാതൃകാപരമായി നടപടി എടുക്കാത്ത പക്ഷം നമ്മൾ മങ്കട ഉപജില്ലയിലെ കായിക അധ്യാപകർ ഇനി ഉള്ള എല്ലാ മേളകൾക്കും യാതൊരുവിധ സഹകരണം ഉണ്ടാവില്ല. എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ആയിട്ടോ കോച്ചസ് ആയിട്ടോ ഞങ്ങൾ ഇതിന് വരാൻ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരാണ്. ഇത് AEO നേരിട്ട് നടത്തുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ AEO നിർദ്ദേശപ്രകാരം എസ്കോട്ട് വന്ന ടീച്ചറെയാണ് ഈ കോലം മർദ്ദിച്ചിട്ടുള്ളത്. നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു വീട്ടിലെത്തുന്നുള്ള ഒരു ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. ഞങ്ങൾ എങ്ങനെ ഇനി കുട്ടികളെ കൊണ്ട് മേളകളിൽ പങ്കെടുക്കും? അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലും ഞങ്ങളെ മുന്നിലും നിൽക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ടത് അധികാരികളാണ്. അത് നല്ല തക്കതായൊരു നടപടി എടുത്തുകൊണ്ടായിരിക്കണം ഇതിന്റെ മറുപടി പറയേണ്ടതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ നടന്ന സംഭവം ഇപ്പൊ കഴിഞ്ഞ വർഷം ഇത് ഷെഫീഖ് സാറിന്റെ പേരിൽ ഇതേപോലെ മറ്റേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം നമ്മളെ മങ്കടയില് ശ്രീരാഗ് സാറിന്റെ പേരിൽ, നാളെ ഇത് എന്റെ പേരിലാവാം, എന്റെ ഈ കൂടി നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ പേരിലാവാം. ഒരിക്കലും ഇത് വെച്ചു പൊറിപ്പിക്കാൻ അനുവദിക്കരുത്. ഇതിന് തക്കതായ നടപടിയെടുത്ത് ഇതിൽ കുറ്റക്കാരായ കുട്ടികളെ മാതൃകാപരമായി ശിക്ഷിച്ച് ഇത് സമൂഹത്തിന് മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അധ്യാപകരെന്നും ഇതുപോലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അവർ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഉള്ള കാര്യം യാതൊരു സംശയവുമില്ല. മർദ്ദനമേറ്റ കായിക അധ്യാപകന് നീതി ലഭിക്കുന്നതുവരെ അവസാന പോരാട്ടം വരെ തുടരാനാണ് കായിക അധ്യാപകർ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയൊരു കായിക അധ്യാപകനും ഈ ഒരു ഗതി വരരുതെന്നാണ് ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മക്കരപ്പറമ്പിൽ നിന്നും കായിക അധ്യാപകർക്കും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനുമൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.